السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കരാട്ട് അബ്ദുസ്സലാം സാഹിബ്, ബഹുമാനപ്പെട്ട മുഖ്യ പ്രഭാഷകൻ അബ്ദുള്ള സലീം വാഫി അവർകളെ, ബഹുമാനപ്പെട്ട ടി പി ചെറുപ്പത്ത് സാഹിബ്, ബഹുമാനപ്പെട്ട മുസ്സ മൗലവി, മുഹമ്മദ് ബാക്കവി മുനീർ, എൻ പി മുഹമ്മദ് ഷാക്കിർ പാറയിൽ, ആർവി അബ്ബാസ് ദാരിമി, സമീർ അലി, മറ്റു ഉസ്താദ്മാരെ, വന്യരായ ഉമറാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മുത്തഅല്ലിമീങ്ങളെ, സ്നേഹമുള്ള നാട്ടുകാരെ, ഈ നാടിന് ആത്മീയ നേതൃത്വം നൽകിയിരുന്ന വലിയുല്ലാഹി അബ്ദുള്ള കുട്ടി മുസ്ലിയാർ അൽ മക്തുമി നബ്ബുല്ലാഹ് മഖ്തൂം അവരുടെ ആണ്ട് നേർച്ചയോടനുബന്ധിച്ചുള്ള പ്രഭാഷണ പരിപാടിയിലാണ് നാം ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. മഹാനവറുകളുടെ ജീവിതകാലത്ത് ഈ നാടിൻ്റെ ആത്മീയവും ധാർമ്മികവും സാമൂഹികവുമായ എല്ലാ കാര്യങ്ങളിലും ഉന്നതമായ നേതൃത്വം നൽകുകയും അവരുടെ വ്യക്തിപരവും കുടുംബപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടും എല്ലാ അർത്ഥത്തിലും ആത്മീയ ചൈതന്യം പകർന്നു നൽകിയ ഒരു മഹൽ വ്യക്തിത്വമായി ഇവിടെ മഹല് ഖാദിയും ദരിസ്മൊക്കെ കൊണ്ട് വളരെ കാലം എല്ലാ അർത്ഥത്തിലും ഒരു അനുഗ്രഹീത സാന്നിധ്യമായി ഈ മഹലിൽ എല്ലാവരുടെയും സ്നേഹവും ആദരവും നേടിയെടുക്കുവാൻ മഹാനവർക്ക് സാധിക്കുകയുണ്ടായി. നമുക്കറിയാം, നമ്മുടെ ഓരോ മഹല്ലുകളിലും ഇങ്ങനെയുള്ള ആത്മീയമായ നേതൃത്വം ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹം അഭിമാനകരമായ അസ്തിത്വവും ആത്മീയമായ പുരോഗതിയും കൈവരിച്ചിട്ടുള്ളത്. മഹല്ദന്മാരായ ഉലമാക്കൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിക്കൊണ്ട് ദർസുകളും മദ്രസകളും ഇസ്ലാമിക വൈജ്ഞാനിക കേന്ദ്രങ്ങളുമൊക്കെ തന്നെ സ്ഥാപിക്കപ്പെട്ടു. അതിലെല്ലാം ഉമറാക്കളുടെയും സജീവ സാന്നിധ്യവും പിന്തുണയും ഉണ്ടായിക്കൊണ്ട് മഹല്ല് സംവിധാനം വളർന്നു വരികയുണ്ടായി. അതുകൊണ്ട് തന്നെ മഹാന്മാരെ ആദരിക്കുവാനും സ്മരിക്കുവാനും അതുവഴി ആ മാതൃക പിന്തുടരുവാൻ ഉള്ള ഒരു സന്ദേശം വളർന്നു വരുന്ന തലമുറകൾക്കും നൽകുന്ന മഹത്തായ വേദികളാണ് ഇത്തരം അനുസ്മരണ സദസ്സുകൾ. നമുക്കറിയാം, പൊന്നാനി മഖ്ദൂമി പണ്ഡിത കുടുംബത്തിൽ പിറന്ന ആ മഹാൻ ഇന്നും ഈ നാടിനും ഒരു ആത്മീയ ചൈതന്യമായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഉന്നതമായ ഇസ്ലാമിക സംസ്കൃതി ഈ മഹല്ലിൽ നിലനിർത്തിക്കൊണ്ട് വരും തലമുറകളിലേക്കും ആ ഉന്നതമായ പൈതൃകം നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ സമൂഹം അധാർമികതയിലേക്കും അരാജകത്വത്തിലേക്കും തന്നെ വഴിപിഴപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഓൺലൈൻ സംവിധാനത്തിൽ കൂടി സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ മറ്റു എല്ലാ വിധത്തിലും വളർന്നു വരുന്ന തലമുറയെ മാത്രമല്ല മുതിർന്നവർക്കും ഒക്കെ തന്നെ അവരുടെ
ആത്മീയമായ മൂല്യങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥാവിശേഷമാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉന്നതമായ ഇസ്ലാമിക സംസ്കാരം, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും അങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ദുന്യാവിലും ആഖിറത്തിലും വിജയികളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സലീം വാഫി അവരുടെ വളരെ വിജ്ഞാനബദ്ധമായ പ്രഭാഷണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. അള്ളാഹു ഈ മഹത്തായ സസ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, ഉസ്താദുമാർ, സ്നേഹിതന്മാർ, ദീനും സമുദായത്തിനും സമൂഹത്തിനും ഈ മഹലിനും സമസ്ത ജമിയത്തുൽ ഉലമയ്ക്കും ഒക്കെ നേതൃത്വം നൽകി നമ്മോട് വിട പറഞ്ഞു പോയ ഉലമാക്കളും മറാക്കൾ, സദാത്തുക്കൾ, പ്രവർത്തകർ, ഇവിടെ ദീനീ സ്ഥാപനങ്ങൾക്കുമൊക്കെ നേതൃത്വം നൽകുകയും അതിനുവേണ്ടി എല്ലാവിധത്തിലും സാമ്പത്തികവും ശാരീരികവും മാനസികമായി പിന്തുണച്ച പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ സമസ്ത ജമിയത്തുൽ ഉലമയുടെ ഷാറൂങ്ങായിരുന്ന TS ഉസ്താദിന് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അദ്ദേഹത്തിനും അള്ളാഹു ഉന്നതമായ ദർജ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടനം അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ചൊല്ലിക്കൊണ്ട് നിർവഹിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.